മണ്ഡലത്തിലെ LDF-ന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള പല ആളുകളും പടക്കങ്ങൾ വരെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിവ്. പക്ഷെ ആ പടക്കം അടുത്ത പൂരത്തിനടുത്തോ അല്ലെങ്കിൽ വിഷുവിന്റെ സമയത്തോ അല്ലെങ്കിൽ പെരുന്നാളിനോ ഒക്കെ പൊട്ടിക്കേണ്ടി വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി കഴിയില്ല. അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് കൂടിയ വിലക്ക് വാങ്ങിച്ച പടക്കം കുറഞ്ഞ വിലക്ക് UDF-ന്റെ പ്രവർത്തകന്മാർക്ക് മറിച്ച് വിൽക്കേണ്ടി വരും. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കലിനൊപ്പമാണ് ചാലട്ടൻ ഇപ്പോഴുള്ളത്. ഈ LDF-ന്റെ ഇപ്പോൾ വോട്ടൊക്കെ ചെയ്തതെല്ലാം ഇപ്പോഴും സ്ട്രോങ് റൂമിൽ ഇരിക്കുകയാണ്. LDF-ന്റെ വിജയാഹ്ലാദത്തിനുള്ള ഗാനം പുറത്തിറങ്ങി. മങ്കട മണ്ഡലത്തിൽ തന്നെ 2 വിജയാഘോഷ ഗാനം പുറത്തിറങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ UDF-ന്റെ നേതാക്കൾ 100 സീറ്റിന് ജയിക്കും, പിന്നെ 90ആയി 85 സീറ്റ് ഒക്കെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറയുന്നു. മങ്കടെ അതുപോലെ തൊട്ടടുത്തൊക്കെ മലപ്പുറം ജില്ലയിൽ തന്നെ 16-ൽ 16 പിടിക്കുമെന്ന് പറയണം. ഇപ്പോൾ വിജയാഘോഷം തുടങ്ങിയത് ഇപ്പോൾ LDF ആണ്. ഇത് എങ്ങനെ കാണുന്നു താങ്കൾ? LDF-ന് അവരുടെ വീടിനകത്തിരുന്ന് വിജയം ആഘോഷിക്കാം, റോഡിലിറങ്ങിയിട്ട് വിജയം ആഘോഷിക്കാൻ കഴിയില്ല. വോട്ട് എണ്ണുന്ന മെയ് 4-ാം തീയതി ഒരു 9 മണി വരെ, 9 മണിയോടുകൂടിയൊക്കെ ഒരു റൗണ്ട് പൂർത്തിയാവുമല്ലോ. ആ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോഴത്തിന് തന്നെ മണ്ഡലം എങ്ങോട്ട് എന്നുള്ളത് ബോധ്യമാകും. അപ്പൊ ആ സമയം വരെ അവർക്ക് അവരുടെ പാർട്ടി ഓഫീസിനകത്തും സ്ഥാനാർത്ഥിയുടെ വീട്ടിനകത്തും ഇരുന്ന് വിജയം ആഘോഷിക്കാം. റോഡിലേക്ക് ഇറങ്ങിയിട്ട് വിജയം ആഘോഷിക്കാൻ വേണ്ടി കഴിയില്ല. അതിനുള്ള അർഹതയും അവകാശവും അവസരവും UDF-ന്റെ സ്ഥാനാർത്ഥിക്കും UDF-ന്റെ പ്രവർത്തകന്മാർക്കേ ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ കേരളത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഈ ഫലം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ വിജയാഘോഷത്തിനുള്ള പാട്ടൊക്കെ പുറത്തിറങ്ങിയ ചരിത്രമൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ആഘോഷിച്ച് തുടങ്ങി കഴിഞ്ഞു എന്ന് തോന്നുന്നു LDF-ന്റെ പ്രവർത്തകര്. അതായിരിക്കുമോ, അതോ നിങ്ങൾ പറഞ്ഞ പോലെ അവസാനം ആഘോഷം നിങ്ങളുടെ തന്നെ ആവോ? കയ്യിൽ പണമുണ്ടെങ്കിൽ പാട്ടെഴുതുന്ന ആളുകൾ പാട്ടെഴുതി കൊടുക്കും. സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നല്ല പൈസ ചെലവാക്കിയാൽ മനോഹരമായി പാട്ട് റെക്കോർഡിങ് ചെയ്ത് കിട്ടും. അത് അവനവന്റെ വാട്സപ്പിലും അതുപോലെ മൊബൈലിലും ഒക്കെ നന്നായിട്ട് കേട്ട് ആസ്വദിക്കാനും കഴിയും. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ പാട്ടുമായിട്ട് ഇറങ്ങാൻ പറ്റൂല എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ട് CPM അണിയറയിൽ തയ്യാറാക്കിയിരുന്നു. അങ്ങനെ തയ്യാറാക്കിയ വടകര ലോക്സഭാ മണ്ഡലത്തിൽ 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അതുപോലെ തന്നെ ശ്രീകണ്ഠൻ പാലക്കാട് തോറ്റു എന്ന് പറഞ്ഞിട്ട് LDF പാട്ട് റെഡിയാക്കിയിരുന്നു. പാട്ട് അണിയറയിൽ റെഡിയാക്കി വെക്കലും പടക്കങ്ങൾ വാങ്ങി വെക്കലടക്കം പുതിയ സംഭവമൊന്നുമല്ല. ഇപ്പോ നിങ്ങളൊരു പക്ഷെ പാട്ട് തയ്യാറാക്കിയത് പുറത്തേക്ക് വന്നതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മങ്കട മണ്ഡലത്തിലെ LDF-ന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള പല ആളുകളും പടക്കങ്ങൾ വരെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിവ്. പക്ഷെ ആ പടക്കം അടുത്ത പൂരത്തിനടുത്തോ അല്ലെങ്കിൽ വിഷുവിന്റെ സമയത്തോ അല്ലെങ്കിൽ പെരുന്നാളിനോ ഒക്കെ പൊട്ടിക്കേണ്ടി വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി കഴിയില്ല. അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് കൂടിയ വിലക്ക് വാങ്ങിച്ച പടക്കം കുറഞ്ഞ വിലക്ക് UDF-ന്റെ പ്രവർത്തകന്മാർക്ക് മറിച്ച് വിൽക്കേണ്ടി വരും. ആ സ്ഥിതിയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ UDF-ന്റെ സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും ജയിക്കുമെന്ന് താങ്കൾ പറയുന്നു. ഏകദേശം UDF-ന്റെ പ്രവർത്തകർ തന്നെ 14 മുതൽ 18 വരെ ഭൂരിപക്ഷമൊക്കെ ജയിക്കുമെന്ന് പറയുന്നു. സംസ്ഥാനത്ത് ഇപ്പൊ ഈ LDF ആണല്ലോ ആദ്യം വിജയാഘോഷ ഗാനമൊക്കെ പുറത്തിറക്കിയത്. സംസ്ഥാനത്ത് ഏകദേശം ഒരു എത്ര സീറ്റ് നേടി UDF അധികാരത്തിൽ എത്തുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സംസ്ഥാന തലത്തിൽ UDF-ന് ലഭ്യമാകുന്ന സീറ്റിന്റെ എണ്ണത്തിനെ കുറിച്ച് അനുമാനിക്കാനും അഭിപ്രായം പറയാനും ഒരു ജില്ലാ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ, ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ അയോഗ്യനാണ്, അശക്തനാണ്. എന്നാലും അതേ സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന ജില്ലയെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ വേണ്ടി കഴിയും. മലപ്പുറം ജില്ലയിൽ നിലവിൽ 13 മണ്ഡലം UDF-ന്റെ അടുത്തും 3 മണ്ഡലം LDF-ന്റെ അടുത്തുമാണ്. ഇത്തവണ റിസൾട്ട് വരുമ്പോൾ 16 മണ്ഡലവും UDF-ന്റെ കൈകളിലേക്ക് മാറുന്ന സന്തോഷകരവും
വളരെ ആഹ്ലാദകരവുമായ അട്ടിമറി വിജയമാണ് മലപ്പുറത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. 16ൽ 16 നേടുന്ന അട്ടിമറി വിജയമാണ് മലപ്പുറത്ത് സംഭവിക്കുന്നത്. അതിൽ മങ്കട നിയോജക മണ്ഡലം 18,000 മുതൽ 25,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി സാഹിബിന് ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കാവുന്നതാണ്. ഏതായാലും ആത്മവിശ്വാസം, വലിയ ആത്മവിശ്വാസത്തോടെ തന്നെ നേരത്തെ UDF പല നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വിജയാഘോഷം, ഇദ്ദേഹം പറയുന്നത് വിജയാഘോഷത്തിന് വേണ്ടി പാട്ടിറക്കലും ഒക്കെ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം, അതുപോലെ ഇപ്പൊ അതുകൂടാതെ പടക്കം വാങ്ങിച്ചു വെക്കൽ വരെ നടന്നു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഫലം വന്നു കഴിഞ്ഞാൽ ഈ പടക്കമൊക്കെ വില കുറച്ച് UDF പ്രവർത്തകർക്ക് കൊടുക്കാമെന്ന് കൂടി ഉമ്മർ അറക്കൽ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് മങ്കട മണ്ഡലത്തില്, ജില്ലയിൽ തന്നെ 16ൽ 16 തൂക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ തന്നെ ഉമ്മർ അറക്കൽ പറയുന്നു. ഇനിയിപ്പോ ഫലം വരണം. ഏതായാലും ആഘോഷം ആര് തുടങ്ങിയാലും ഫലം വരുന്നവരെ ആഘോഷത്തിന്റെ പൊലിമ അങ്ങനെ നിൽക്കട്ടെ. അവസാനം ഫലം വന്നു കഴിഞ്ഞിട്ടുള്ള ആഘോഷം ആർക്കാണെന്നുള്ളത് ഫലം വന്നിട്ട് തീരുമാനിക്കാം. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കണ്ണ് കണ്ടുള്ള നിനക്ക് മറ്റങ്ങ പോലത്തെ 2 ഉണ്ട കണ്ണുണ്ടല്ലോ. ഉണ്ട കണ്ണുണ്ടായ പോര മോനെ, കാണണം MES ഒഫ്താൽമോളജി. അത് കറക്റ്റ്. കാണണം, നന്നായിട്ട് കാണണം. MES ഒഫ്താൽമോളജി, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.